ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിഷ ഹരിദാസ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ആക്ച്വലി നല്ല തിരക്കാണ് വീട്ടിൽ. അത് മാത്രമല്ല എൻ്റെ ഫോണിൽ സ്റ്റോറേജ് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒന്നും അങ്ങനെ എഡിറ്റ് ചെയ്തൊന്നും ഇടാൻ സേവ് ചെയ്യാനൊന്നും ഉള്ളൊരു സ്പേസും സ്റ്റോറേജ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം കുറച്ച് വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് ഇല്ല. പിന്നെ ചില സമയത്തൊക്കെ സ്റ്റോറേജ് ക്ലിയർ ആക്കും, കുറേ ഡിലീറ്റ് ചെയ്ത് കളയും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും സാവകാശം എല്ലാം ക്ലിയർ ആക്കിയിട്ട് പിന്നെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുമ്പാണെങ്കിൽ കുറച്ച് കൺസിസ്റ്റൻസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ മാത്രമേ എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു എന്താ അതിൽ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടല്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുറച്ചും കൂടി അധികം കാര്യങ്ങൾ കൂടി, നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കൂടി. അപ്പോൾ യൂട്യൂബിൽ എന്ന് പറയുന്നത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു, ഇപ്പോഴും എന്നും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അതിലൊരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ ഓരോ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വേറൊരു ഫോണിൽ നിന്നാണ്. എൻ്റെ ഫോണുമല്ല, എൻ്റെ ഫോണിൻ്റെ സെൽഫീൻ്റെ ആ ഒരു ലെൻസിൻ്റെ പോർഷൻ എന്തോ ഒരു ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് സെൽഫി ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. പിന്നെ ബാക്ക് ക്യാമറ ഒക്കെ വെച്ചിട്ട് എടുക്കണമെങ്കിൽ അതെനിക്കൊന്നും പറയാനൊന്നും പറ്റില്ല ബാക്ക് ക്യാമറ ഒക്കെ വെച്ചല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസാണ്. സെൽഫി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുക, പറയുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കണം. പക്ഷെ എൻ്റെ സെൽഫീൻ്റെ ഇത് പോയിരിക്കണം. ലെൻസിൻ്റെ ആ ഭാഗത്ത് മണ്ണാണോ വെള്ളമാണോ എന്താണെന്ന് അറിയില്ല, ചെറിയൊരു സ്ക്രാച്ച് പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. രാവിലെ 4 മണിക്ക് 4:30 എഴുന്നേൽക്കുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്നു, അവരെ റെഡിയാക്കുന്നു, പിന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവരെ തീറ്റിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോകും. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്, ഞാൻ മക്കളെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ പിന്നെ വീണ്ടും ഇവിടുത്തെ കലാപരിപാടികളായിരിക്കുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഫോണിൻ്റെ കാര്യത്തിൽ ഞാൻ അധികം എനിക്കതിൽ കിട്ടാറില്ല. ഫോൺ എടുക്കാൻ തന്നെ എനിക്കൊരു സമയം ശരിക്കും പറഞ്ഞാൽ കിട്ടാറില്ല. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലൊക്കെ ഒരു സമയം കണ്ടെത്തി നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കുകൾ ആയിപ്പോവാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, വീഡിയോ എടുക്കാനൊന്നും അധികം പറ്റാതെ. പക്ഷേ ചില സാഹചര്യത്തിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത വീഡിയോ തന്നെ ഇപ്പോൾ അവിടെ സ്റ്റോക്കായിട്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ എടുത്ത വീഡിയോ തന്നെ അവിടെ സ്റ്റോക്കായിട്ട് ഇരിക്കലുണ്ട്. കുറേ മുൻപ് എടുത്ത വീഡിയോസ് വരെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചിലതിന് കൊടുക്കാനുണ്ട്. കൊടുത്തിട്ട് ഇനി വീണ്ടും അപ്ലോഡ് ചെയ്യണം. ഇപ്പം ഞാൻ വേറെ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഉറങ്ങി, കണ്ണൻ ഉറങ്ങിയോ എന്നറിയില്ല. ഇത്ര നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നബു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഉറക്കം വരാൻ തുടങ്ങുമ്പോൾ പുള്ളിക്കാരി കരയും. അതുവരെ നല്ല കളിയും ചിരിയൊക്കെ ഉണ്ട്. പിന്നെ കരയാൻ തുടങ്ങും. പിന്നെ ഞാൻ അവളുടെ കൂടെ പോയിട്ട് അവളെ ഉറക്കണം. അപ്പോൾ അതിന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇളയമുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ സൈലൻ്റായിട്ട് നടക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ കരയാൻ തുടങ്ങി. ഇപ്പോൾ എന്താണെന്നുള്ള കാഴ്ചപ്പാട് ഞാൻ കാഴ്ച കാണിച്ചു തരാം. ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഇത് എങ്ങനെയുണ്ട് അവിടെ. ഞാൻ ആക്ച്വലി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കോട്ടെ. കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ചേരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ എനിക്കൊരു എന്താ പറയുക, കുറച്ച് നീറ്റായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും, മനസ്സമാധാനം, സന്തോഷമായിരിക്കും. കാരണം ഫുള്ള് ഇങ്ങനെ കച്ചറ പോലെ കിടന്നാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ള ഇതായിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ രാത്രി എല്ലാം കിടക്കണ മുമ്പ് അതിനോട് ക്ലീൻ ആക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ നല്ല ഒരു വൃത്തിയായിട്ട് തോന്നും. ഇപ്പം നബു വന്നിട്ടുണ്ട്. നബുട്ടാ ചായ ഇത് വാങ്ങിയില്ലേ? ചായ പറഞ്ഞ വാങ്ങിച്ചിട്ട് അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നബു എന്താ എപ്പോഴും കണ്ണൻ ചേട്ടൻ്റെ പാൻറ് തന്നെ ഇടുന്നേ? എന്താ
ഇത് ഇത് ഈ നബുവിന് ഇത് കണ്ട ഇത് ഇത് അത് പുള്ളി ഹായ് ഹായ് കണ്ണൻ ചേട്ടൻ ചാച്ചിയാ ഉറങ്ങിയാ എങ്ങനെ ഉറങ്ങിയത് ചേച്ചി ഉറങ്ങിയാ എങ്ങനെ ഉറങ്ങിയത് ഓക്കെ ഓക്കെ ഇനി നബു എങ്ങനെ ഉറങ്ങുന്നത് അങ്ങനെ ഉറങ്ങും അയ്യോടാ അപ്പോൾ നമ്മൾ ചാച്ച അല്ലേ നിന്നെ നിൽക്കാം അമ്മ എടുക്കട്ടെ കുഞ്ഞിനെ അപ്പോൾ അമ്മ എടുക്കാം അപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങോട്ട് നബുവിൻ്റെ അടുത്ത റൂമിൽ പോയിട്ട് നബുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ നബു ഇങ്ങോട്ടേക്ക് വന്നു നബുട്ടൻ ഇങ്ങോട്ടേക്ക് വന്നു ടാറ്റയൊക്കെ പറയാം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ ഒരു ഹായ് ബായ് ഒക്കെ പറഞ്ഞ് നബു ഹായ് ബായ് പറഞ്ഞേ ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് പറഞ്ഞേ അപ്പോൾ ഒരു ഉമ്മനെ നമുക്ക് ഒരു ഉമ്മനെ അയ്യോ ഐ ലവ് യു നബു കണ്ട ഐ ലവ് യു നബു ഐ ലവ് യു അമ്മ പറയും അപ്പോൾ ഗുഡ് നൈറ്റ് മൈ ഡിയേഴ്സ് അപ്പോൾ ചാച്ച ബൈ ബൈ ചാച്ച ബൈ ബൈ ഗുഡ് നൈറ്റ് സീ യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം